യു.ഡി.എഫിന്റെ അപ്പൻ കളിച്ച് വീണ്ടും ചെന്നിത്തല. യു.ഡി.എഫിന്റെ നയപരമായ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഔദ്യോഗിക വക്താക്കളുമൊക്കെ ഉണ്ടെന്നിരിക്കെ അൻവർ വിഷയത്തിൽ പ്രതികരണവുമായി വീണ്ടും ചെന്നിത്തല. മുന്നണിയുടെ കാര്യങ്ങൾ മാധ്യമങ്ങളോടടക്കം സംസാരിക്കുവാൻ ഇവർ ഉണ്ടെന്നിരിക്കെയാണ് യു.ഡി.എഫിന്റെ അപ്പൻ കളിച്ച് പൗഡറുമിട്ട് ഏതാനും വാലുകളെ കൂട്ടി ചെന്നിത്തല രാവിലെ ഇറങ്ങുന്നത്. ചെന്നിത്തലയുടെ കവർ മേടിക്കുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ചെന്നിത്തലയുടെ ബൈറ്റ് മാത്രമേ കൊടുക്കൂ. മീഡിയ കോർഡിനേഷന് വേണ്ടി മാത്രം മാസശമ്പളത്തിന് ചെന്നിത്തല ആളെ വെച്ചിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലും ചെന്നിത്തലയുമാണ് യു.ഡി.എഫിൽ കെ. സുധാകരനും വി.ഡി. സതീശനും തമ്മിൽ പോരാണ്, ഇതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ആവശ്യത്തിലധികം പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ചെന്നിത്തല മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. വേറൊരു അൻവറിൻ്റെ ആവശ്യം കൂടി ഇനിയുണ്ടോ? കോൺഗ്രസിൻ്റെ കേരളത്തിലെ അപ്പൻ സംസാരിക്കുന്നത് കാണുക. ചെന്നിത്തലയുടെ കൂടെ വാലുകളായി നിൽക്കുന്നവർ ദിവസവേതനക്കാരോ അതോ ജൂനിയർ ആർട്ടിസ്റ്റുകളോ? സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പാകത്തിനൊക്കെ അൻവർ ആയോ? ഇല്ല, അദ്ദേഹം പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ആര്യാടൻ ഷൗക്കത്താണെങ്കിലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു രീതിയുണ്ട്. അത് ആ രീതി അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഇന്നലെ അദ്ദേഹം രാജിവെച്ചു. ഇനിയിപ്പോൾ സ്പീക്കർ അംഗീകരിക്കണം. സ്പീക്കർ അംഗീകരിച്ച് കഴിഞ്ഞ് വിജ്ഞാപനം ഇറക്കണം. അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. ഇലക്ഷൻ കമ്മീഷൻ അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഒറ്റയ്ക്കോ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ സന്ദർഭത്തിലാണ് പാർട്ടി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. സജഷൻസ് വെക്കുന്നതോട് തെറ്റില്ല. അൻവർ ഒരു സജഷൻ വെച്ചു, വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടെ വെച്ചു. അതിനൊന്നും അപാകതയൊന്നുമില്ല. ഏതായാലും യു.ഡി.എഫിനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തെ ഞാൻ നല്ല കാര്യമാണ്. അദ്ദേഹം മത്സരിക്കാതെ യു.ഡി.എഫിന് പിന്തുണ കൊടുക്കുന്നത് നല്ല ഒരു കാര്യമാണ്. ഒരു കാര്യം, നിലമ്പൂര് യു.ഡി.എഫ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം. ഒരു പ്രദേശത്ത് പ്രത്യേക മതവിഭാഗക്കാരാണ്, അവിടെ നിന്ന് സ്ഥാനാർത്ഥി വരണം എന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയായ രീതിയാണ്. അതാ പറഞ്ഞത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയൂ. വയനാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ ഏത് നിലയിലുള്ള പരിശോധനയായിരിക്കും? അല്ല, പാർട്ടി ഇപ്പം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ. ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പാർട്ടിക്ക് നൽകും. പാർട്ടി അതിനുശേഷം നടപടി സ്വീകരിക്കും. ഏതായാലും ആ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കും. അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇപ്പം ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ. ഈ അൻവർ ഇപ്പോൾ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൻവറിനെ യു.ഡി.എഫിനൊപ്പം ചേർത്ത് നിർത്തുമോ? അല്ല, അൻവർ യു.ഡി.എഫിലേക്ക് ഇതുവരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് വന്നു കഴിഞ്ഞാൽ പാർട്ടി ആദ്യം ആലോചിക്കും, അത് കഴിഞ്ഞിട്ട് മുന്നണി ആലോചിക്കും, എന്നിട്ട് അല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ? അതെല്ലാവരും കൂട്ടായി ആലോചിച്ചായിരിക്കും യു.ഡി.എഫിനൊരു തീരുമാനം ഉണ്ടാകും. അൻവർ അടിയന്തരമായ ഒരു കത്ത് തരണം. അല്ല, അങ്ങനെയാണല്ലോ ഞാൻ പറയുകയാണ്. ഒരാൾ റിക്വസ്റ്റ് വരുമ്പോഴല്ലേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുന്നത്. കത്തൊക്കെ തന്നാലും വൈകുമോ? അല്ല, അതെന്താണെന്നുള്ളത് മുന്നണി പാർട്ടിയും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കെന്തായാലും ഒരു തിടുക്കമില്ല കാര്യത്തിൽ. അല്ല, തിടുക്കത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇന്നലെ രാജിവെച്ചതല്ല, ഉള്ള സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് യു.ഡി.എഫിലോ പാർട്ടിയിലോ ഇതുവരെ അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നാൽ പാർട്ടി ചർച്ച ചെയ്യും, യു.ഡി.എഫ് ചർച്ച ചെയ്യും. യുക്തമായ തീരുമാനം ആ സമയത്തെടുക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.